ഹലോ മക്കളെ, അതുൽ സാറാണ് ഇൻട്രോയിൽ നിന്ന്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ റിവിഷൻ കഴിഞ്ഞു. നമുക്കപ്പോ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടന്നാലോ? ഓക്കെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സും അതേപോലെ അതിന് ചോദിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് കടക്കാം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഇപ്പൊ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ ദഹന വ്യവസ്ഥ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെന്റ് ഓർഗൻസ് നോക്കാം. നമ്മളെന്താ മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഇതാണ് നമ്മുടെ ഫുഡിന്റെ ഒരു പാത്ത് വേ വരുന്നത്. ഫുഡ് എങ്ങനെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പാസ് ചെയ്ത് അത് കംപ്ലീറ്റ് ഡൈജഷൻ നടന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, അതിന്റെ ഒരു പാത്ത് വേ ആണ് പറഞ്ഞ മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ. അഥവാ വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഈ ഒരു പാത്വേയിലൂടെ, ഈ ഒരു സഞ്ചാരപാതയിലൂടെ കടന്നു പോയിട്ടാണ് ഭക്ഷണം ദഹന പ്രക്രിയ പൂർത്തീകരിച്ച് നമ്മുടെ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഓർഗനും അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം മൗത്ത്. നമ്മുടെ മൗത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് സലൈവറി ഗ്ലാൻഡ്, ഉമിനീർ ഗ്രന്ഥി കാണാൻ പറ്റും. ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഉമിനീരില് നമ്മുടെ സലൈവയിൽ കാണുന്ന ഒരു എൻസൈം ഉണ്ട്, അതാണ് സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസ് നമ്മുടെ വായിലേക്ക് നമ്മൾ വായിലേക്ക് വയ്ക്കുന്ന ഭക്ഷണത്തിനുള്ളിലെ കാർബോഹൈഡ്രേറ്റുകളെ, അന്നജത്തെ ഡൈജസ്റ്റ് ചെയ്യും, ദഹനത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ വായിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റുകളുള്ള അന്നജം അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയ മൗത്തില്, വായിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പഠിക്കാൻ നിങ്ങൾ മൗത്തില് സലൈവറി അമൈലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കാർബോഹൈഡ്രേറ്റുകളെ അഥവാ അന്നജത്തെ ഡൈജസ്റ്റ് ചെയ്യും, ദഹിപ്പിക്കും. പിന്നീട് ഈ ഭക്ഷണം നമ്മൾ കഴിച്ച വായിൽ നിന്ന് ഭക്ഷണം ഈസോഫാഗസ് വഴി, നമ്മുടെ ഈസോഫാഗസിന്റെ പെരിസ്റ്റാൾസിസ് വഴി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തും. ഇനി സ്റ്റൊമക്കിൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണാൻ പറ്റും, HCl. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനും, നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്ന ഭക്ഷണത്തിന് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു pH വേണം, നമുക്ക് ഒരു അസിഡിക് ആയിട്ടുള്ള pH മെയിൻറ്റെയിൻ ചെയ്യണം. അതിനു വേണ്ടി അതായത് നമുക്ക് ആ ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും മൈക്രോബ്സോ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ബാക്ടീരിയ അതേപോലുള്ള ഫോറിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ആ ആസിഡ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമുക്ക് സ്റ്റൊമക്കിൽ കാണുന്നതാണ് പെപ്സിൻ. നമ്മുടെ പ്രോട്ടീന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് പെപ്സിൻ. ഈ പെപ്സിൻ നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റൊമക്കിലേക്ക് എത്തുന്ന ഭക്ഷണത്തിലെ പെപ്സിൻ പ്രോട്ടീനുകളെ ഡൈജസ്റ്റ് ചെയ്യും. ഫുള്ളി അല്ല, കംപ്ലീറ്റ്ലി അല്ല, ചെറിയ രീതിയിലൊക്കെ ദഹനത്തിന് പെപ്സിൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കിവിടെ ലിപ്പേസ് കാണാൻ പറ്റും. നമ്മുടെ ലിപ്പിഡുകളെ, നമ്മുടെ ഓയില്, ഫാറ്റ് അതുപോലുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളെ ചെറിയ രീതിയിൽ കംപ്ലീറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടല്ല, എന്നാലും പാർഷ്യലി ആയിട്ട് നമ്മുടെ ലിപ്പിഡുകളെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ലിപ്പേസുകൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കില്, ആമാശയത്തിൽ നമുക്ക് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പെപ്സിനും അതേപോലെ ലിപ്പിഡുകളെ, കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ലിപ്പേസുകളും കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മളെ ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്കാണ് പോകുന്നത്. ഈ ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് ഡിയോഡിനം. ആ ഡിയോഡിനത്തിലേക്ക് കരളും അതേപോലെ പാൻക്രിയാസും, ലിവറും പാൻക്രിയാസും ചില സെക്രീഷൻസ് അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഈ സെക്രീഷൻസ്, ഈ കരളും പാൻക്രിയാസും ഉൽപ്പാദിപ്പിക്കുന്ന ചില രസായനങ്ങള് നമ്മുടെ ഡിയോഡിനം, ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ ഡിയോഡിനത്തിലേക്ക് എത്തുന്നുണ്ട്. ആ ഡിയോഡിനത്തിൽ എത്തുന്ന ഈ രസായനങ്ങൾ, ഈ ജ്യൂസുകള് നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ചെറുകുടലില് കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിൽ എത്തി ദഹനത്തെ സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ കരൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, നമ്മുടെ കരള് അഥവാ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പിത്തരസം അഥവാ ബൈല്. ഈ ബൈല് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ കരള് അല്ലെങ്കിൽ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, ബൈല് നമ്മുടെ ഡിയോഡിനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഡിയോഡിനത്തിലേക്ക് വരുന്ന കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളെ ഈ ഒരു നമ്മൾ പറഞ്ഞ പോലെ ബൈല് ഡൈജസ്റ്റ് ചെയ്ത് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളൊക്കെ ആയിട്ട് മാറ്റും. ഇനി പാൻക്രിയാസ് ഉണ്ട്. പാൻക്രിയാസും ഡിയോഡിനത്തിലേക്ക് ചില രസായനങ്ങൾ അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഡിയോഡിനത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് പാൻക്രിയാറ്റിക് അമൈലേസ് കാണാൻ പറ്റും. നമ്മൾ മുന്നേ സലൈവറി അമൈലേസ് പറഞ്ഞ പോലെ ഇവിടെ പാൻക്രിയാറ്റിക് അമൈലേസ് കാണാൻ പറ്റും. അപ്പൊ അമൈലേസ് നിങ്ങൾ എവിടെ കേട്ടാലും ഓർത്തോ, അത് കാർബോഹൈഡ്രേറ്റുകളെ, അന്നജത്തെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പാൻക്രിയാറ്റിക് അമൈലേസ് ഡിയോഡിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ വായിൽ വെച്ച് ദഹിപ്പിച്ച ബാക്കി വരുന്ന അന്നജത്തെ പാൻക്രിയാറ്റിക് അമൈലേസ് ഡിയോഡിനത്തിൽ വെച്ച് ദഹിപ്പിക്കും. അതേപോലെ പാൻക്രിയാറ്റിക് ലിപ്പേസ് കാണാൻ പറ്റും. ലിപ്പേസിനെ എവിടെ കേട്ടാലും അത് കൊഴുപ്പിനെ, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പാൻക്രിയാറ്റിക് ലിപ്പേസുകൾ കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യും. അതേപോലെ നമുക്കിവിടെ ട്രിപ്സിൻ കാണാൻ പറ്റും. ഈ ഒരു പാൻക്രിയാറ്റിക് ജ്യൂസിൽ ട്രിപ്സിൻ കാണുന്നുണ്ട്. ഈ ട്രിപ്സിൻ, പെപ്സിൻ പഠിച്ചല്ലോ, പെപ്സിൻ സ്റ്റൊമക്കിലുണ്ട്, അതേപോലെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ളതാണ് ട്രിപ്സിൻ. ഈ ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഡൈജസ്റ്റ് ചെയ്യും. എളുപ്പമല്ലേ? പാൻക്രിയാറ്റിക് ജ്യൂസിൽ 3 ആൾക്കാരുണ്ട്. പാൻക്രിയാറ്റിക് അമൈലേസ് അത് ആരെ ഡൈജസ്റ്റ് ചെയ്യും? കാർബോഹൈഡ്രേറ്റിനെ, അന്നജത്തെ. പിന്നെ പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്, കൊഴുപ്പുകളെ, ഫാറ്റിനെ. അതേപോലെ അവസാനം ട്രിപ്സിൻ ഉണ്ട്. ഈ ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി നമ്മുടെ ഈ ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മുടെ പൂർണ്ണമായ ഡൈജഷൻ പ്രോസസ്സ് അവസാനിക്കുന്നത്. ഡൈജഷനുള്ള പ്രക്രിയ ഈ ഒരു ചെറുകുടലിൽ വെച്ച് അവസാനിക്കുന്നു. ഈ ചെറുകുടലില് നമുക്ക് ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. ഇനി നമ്മുടെ ഡിയോഡിനത്തിൽ നിന്ന് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനില്, ചെറുകുടലില് മറ്റ് ചില ഗ്രന്ഥികൾ അല്ലെങ്കിൽ മറ്റു ചില ഭാഗങ്ങള് മറ്റു ചില ഡൈജസ്റ്റീവ് ജ്യൂസുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, രസായനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇന്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ഇന്റസ്റ്റൈനൽ ജ്യൂസിലും ഇതേപോലെ ചില ഘടകങ്ങളുണ്ട്. അപ്പൊ ഈ ഇന്റസ്റ്റൈനൽ ജ്യൂസിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ്സുകൾ, ഒരു എൻസൈമാണ് കാർബോഹൈഡ്രേറ്റ്സുകൾ. ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഇതുവരെ ദഹിപ്പിച്ച കാർബോഹൈഡ്രേറ്റുകളെ എന്താക്കി മാറ്റുന്നു? ഏറ്റവും ലഘുരൂപമായ അവരുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നാക്കി മാറ്റും. കാർബോഹൈഡ്രേറ്റ്സ് convert the starch or the glucose or the starch or carbohydrate into glucose, fructose, lactose. അപ്പൊ എന്താ, ഇതോടുകൂടെ നമ്മുടെ കാർബോഹൈഡ്രേറ്റുകളുടെ അന്നജത്തിന്റെ ഡൈജഷൻ, ദഹനം പൂർത്തിയായി. ഇനി പ്രോട്ടീൻ നോക്കാം നമുക്ക്. ഈ പ്രോട്ടീനുകളെ ദഹിപ്പിക്കാൻ വേണ്ടി പ്രോട്ടിയേസുകൾ കാണുന്നുണ്ട്. ചില എൻസൈമുകളാണ് പ്രോട്ടിയേസുകൾ. ഈ പ്രോട്ടിയേസുകൾ പ്രോട്ടീനെ ദഹിപ്പിച്ച് എന്താക്കി മാറ്റുന്നു? അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു. ഈ അമിനോ ആസിഡ് ആണ് ഈ പ്രോട്ടീന്റെ ഏറ്റവും ചെറിയ ലഘുരൂപം. ഈ അമിനോ ആസിഡ് ആക്കി കഴിഞ്ഞാൽ അമിനോ ആസിഡ് നമുക്ക് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമ്മുടെ ദഹനം പൂർത്തിയായവിടെ വെച്ച്, ചെറുകുടലിൽ വെച്ച്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അബ്സോർപ്ഷൻ നടക്കണ്ടേ? ചെറിയ രീതിയിലുള്ള അബ്സോർപ്ഷൻ ചെറുകുടലിൽ നടക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള അബ്സോർപ്ഷൻ, നമ്മുടെ ജലത്തിന്റെയും ലവണങ്ങളുടെയും അബ്സോർപ്ഷൻ പൂർത്തീകരിക്കുന്നത് വൻകുടലിൽ വെച്ചാ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച്. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നമുക്ക് ചില ബാക്ടീരിയകൾ കാണാൻ പറ്റും. ഈ ബാക്ടീരിയകൾ നമുക്ക് വിറ്റാമിൻ കെയും അതേപോലെ നമുക്ക് ആവശ്യമുള്ള വിറ്റാമിൻ ബി കോംപ്ലക്സും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചില ആവശ്യമുള്ള ബാക്ടീരിയകൾ നമുക്ക് ഈ വൻകുടലിൽ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് അബ്സോർപ്ഷൻ എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന വേസ്റ്റിനെ നമ്മൾ മലദ്വാരത്തിലൂടെ, നമുക്ക് ആനസിലൂടെ നമ്മൾ പുറത്തേക്ക് കളയും. അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. നമുക്ക് ഇത് ഒന്നെങ്കിലും ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതാൻ പറയും നമ്മുടെ അടുത്ത്. എങ്ങനെയാണ് ദഹനം നടക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു, ഫ്ലോ ചാർട്ടോ. നമുക്ക് നമ്മൾ പഠിച്ച വിവിധ എൻസൈമുകൾ ഉണ്ട്. പ്രോട്ടീൻ ആണെങ്കിൽ പെപ്സിൻ, ട്രിപ്സിൻ, അതേപോലെ അമൈലേസ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്. ഇതേപോലെ ഈ എൻസൈമുകൾ ഇപ്പൊ മാച്ച് ചെയ്യാൻ പറയും. ഈ എൻസൈമുകളും അവ എന്തിനാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, അപ്പൊ അത് പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അമൈലേസ് കണ്ടു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, ലിപ്പേസ് കണ്ടു കഴിഞ്ഞാൽ ഫാറ്റ്, ട്രിപ്സിൻ അതേപോലെ പെപ്സിൻ, പ്രോട്ടിയേസസ്, അതൊക്കെ പ്രോട്ടീൻ. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. അതേപോലെ ഈ ഒരു ഓർഗൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക മാർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ ടോപ്പിക്. ഇനി ഹാർട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതേപോലെ ഈ ഒരു പിക്ചർ നിങ്ങൾ എന്തായാലും എക്സാമിന് പഠിച്ചിട്ട് പോകണം. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഈ ഒരു ഹാർട്ടിന്റെ പിക്ചർ അതേപോലെ നമുക്കറിയാം ഹാർട്ടിന് 4 ചേംബേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? യെസ്, നമുക്ക് ഹാർട്ടിന് 4 ചേംബർ കാണാൻ പറ്റും. നമുക്ക് 2 ഏട്രിയം, മുകളിലായിട്ട് നമുക്ക് 2 ഏട്രിയം കാണാൻ പറ്റും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, വലത് ഏട്രിയം ഇടത് ഏട്രിയം. താഴെയായിട്ട് നമുക്ക് 2 വെൻട്രിക്കിൾ കാണാൻ പറ്റും, വലത് വെൻട്രിക്കിൾ ഇടത് വെൻട്രിക്കിൾ. 4 ഹാർട്ട് ചേംബേഴ്സ് ഉണ്ട്. ഈ ഹാർട്ട് ചേംബേഴ്സിലാണ് നമ്മൾ രക്തം വരുന്നത്, രക്തം പമ്പ് ചെയ്യുന്നത്. ഇനി ഓരോ ചേംബറിലും നിങ്ങൾ വരുന്നതും കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായ വെയിൻസും ആർട്ടറീസും പഠിക്കുക, ബ്ലഡ് വെസൽസ് പഠിക്കുക നിങ്ങൾ. ആരും നോക്കാം, നമുക്ക് വലത് ഏട്രിയം അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് ആണ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഈ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം കൊണ്ടുവരുന്ന 2 ബ്ലഡ് വെസൽസ് ഉണ്ട്. അതാണ് സുപ്പീരിയർ, ഇൻഫീരിയർ വീന കാവ. ഏതാ? ഊർധ്വമ ഹാസിര, അധോമ ഹാസിര. ഈ 2 ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് ഏട്രിയം നിറയും. നിറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. ഈ റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൽവ് കാണാൻ പറ്റും നമുക്ക്. അതാണ് ഈ കാണുന്ന ട്രൈകസ്പിഡ് വാൽവ്. വാൽവുകൾ പഠിക്കണം. റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും, വലത് ഏട്രിയം വലത് വെൻട്രിക്കിൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇപ്പൊ ഈ ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആവും. അപ്പൊ എന്താ? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലുള്ള ബ്ലഡ് ഫുള്ളും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബ്ലഡ് പിന്നീട് പൾമണറി ആർട്ടറി അഥവാ ശ്വാസകോശ ധമനി വഴി ലങ്സിലേക്ക് എത്തും. ഈ ലങ്സിൽ വെച്ച് നമ്മുടെ ഈ കൊണ്ടുപോയ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്, ഇംപ്യൂർ ആയിട്ടുള്ള അശുദ്ധ രക്തത്തെ ലങ്സില് ഡിഫ്യൂഷൻ വഴി ശുദ്ധീകരിച്ച് തിരിച്ചെന്താ? ശ്വാസകോശ സിര, പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി. ഈ എത്തിയ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണ്, ശുദ്ധരക്തമാണ്. അപ്പൊ ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് നിറയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ആ ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും ബന്ധിപ്പിക്കുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഇനി ബൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആവും. നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരും, ബ്ലഡ് നിറയും. നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പിന്നീട് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡാ, നമുക്ക് ശുദ്ധരക്ത ഇത് എവിടേക്ക് എത്തണം? നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തണം. അവരുടെ വിവിധ ഭാഗങ്ങളുടെ ഫംഗ്ഷന് വേണ്ടി, ഓർഗൻസിന്റെയും അവിടുത്തെ ടിഷ്യൂസിന്റെയും ഒക്കെ ഫംഗ്ഷന് വേണ്ടി, സെല്ലുകളുടെ ഫംഗ്ഷന് വേണ്ടി ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ആകമാനം എത്തണം. അതിനുവേണ്ടി സഹായിക്കുന്ന ബ്ലഡ് വെസൽ ആണ് അയോട്ട. നമ്മുടെ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ ആണ്, ആർട്ടറിയാണ് നമ്മുടെ അയോട്ട. അപ്പൊ ഈ അയോട്ട വഴി നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തും. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഈ ഒരു ഫിഗർ നമുക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഈ ഒരു ഫിഗർ. അതേപോലെ ഇവിടുത്തെ ബ്ലഡ് വെസൽസ്, അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഹാർട്ട് ചേംബേഴ്സ് ഏതൊക്കെയാണ്, അതേപോലത്തെ ഇവിടുത്തെ വാൽവുകൾ, ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ ഹാർട്ട് ബീറ്റ്, നമ്മൾ ഇപ്പൊ പറഞ്ഞു ബ്ലഡ് പമ്പ് ചെയ്യാണ്. ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തുന്നു. ആ ഏട്രിയം നിറയും. ആ ഏട്രിയം നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് എത്തണം. അതിനുവേണ്ടി ഏട്രിയം രണ്ടും ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യും. അതാണ് ഏട്രിയൽ സിസ്റ്റോൾ. അങ്ങനെ ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കുമ്പോൾ ആ 2 ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവ് ഓപ്പൺ ആവും. ആ ബ്ലഡ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് എത്തും. അങ്ങനെ വെൻട്രിക്കിൾ നിറയും. വെൻട്രിക്കിൾ നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ വാൽവുകൾ വീണ്ടും ക്ലോസ് ആവും. പിന്നീട് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. അതാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. ആ വെൻട്രിക്കുലർ സിസ്റ്റോൾ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് എങ്ങോട്ട് പോവും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയോട്ടയിലേക്കും അതേപോലെ പൾമണറി
വെയിനിലേക്കും എത്തും. അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്. ആ വെൻട്രിക്കുലർ സിസ്റ്റോൾ നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഏട്രിയവും വെൻട്രിക്കിളും ഒരുമിച്ച് റിലാക്സ് ചെയ്യും. അതാണ് ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇതിനെ വിളിക്കാം ഒരു കാർഡിയാക് സൈക്കിൾ എന്ന്. അതായത് നമ്മുടെ ആദ്യം തന്നെ ഹാർട്ട് റിലാക്സ്ഡ് കണ്ടീഷനിലായിരിക്കും. നമ്മുടെ ഏട്രിയ ആവട്ടെ വെൻട്രിക്കിൾ ആവട്ടെ റിലാക്സ്ഡ് സ്റ്റേജിലാണ്. അപ്പൊ നമുക്ക് വിളിക്കാം ജോയിന്റ് ഡയസ്റ്റോൾ. ജോയിന്റ് ഡയസ്റ്റോളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഏട്രിയത്തിലേക്ക് ബ്ലഡ് വന്നു ഏട്രിയം നിറയും. ഏട്രിയം നിറഞ്ഞു കഴിഞ്ഞാൽ ഏട്രിയം രണ്ടും ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യും. അതാണ് ഏട്രിയൽ സിസ്റ്റോള്. ഏട്രിയൽ സിസ്റ്റോള് നടന്നു കഴിയുമ്പോൾ ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് എത്തും. വെൻട്രിക്കിൾ നിറയുമ്പോൾ വെൻട്രിക്കിളും കോൺട്രാക്ട് ചെയ്യും. അതാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഏട്രിയവും വെൻട്രിക്കിളും ഒരുമിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. അതാണ് ജോയിന്റ് ഡയസ്റ്റോൾ. ഈ ഒരു പ്രോസസ്സിംഗിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ജോയിന്റ് ഡയസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ നമുക്ക് വിളിക്കാം കാർഡിയാക് സൈക്കിൾ. ഇതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഹൃദയം ഇടിപ്പ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബ്ലഡ് നമ്മുടെ വിവിധ ശരീരഭാഗത്ത് നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നുണ്ട്. അതിനെ പിന്നീട് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ഓക്സിജനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് വീണ്ടും ഇതിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് വിളിക്കാം ഡബിൾ സർക്കുലേഷൻ. അതായത് 2 വട്ടം നമ്മുടെ ബ്ലഡ് ഹാർട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെയാണ് പൾമണറി സർക്കുലേഷൻ. നമ്മുടെ പൾമണറി ആർട്ടറി വഴി നമ്മുടെ ഹാർട്ടിൽ നിന്ന് പൾമണറി ആർട്ടറി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് എത്തിച്ച് ലങ്സിൽ വെച്ച് ഡിഫ്യൂഷൻ വഴി കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് എടുത്ത് ഓക്സിജൻ ബ്ലഡിലേക്ക് കയറി ഓക്സിജനേറ്റഡ് ആയി. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി ഹാർട്ടിലേക്ക് തിരിച്ചെത്തും. ഇനി ഇതേപോലെ നമ്മുടെ അയോട്ട, ഈ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡിനെ അയോട്ട വിവിധ ശരീരഭാഗത്തിലേക്ക് എത്തിക്കും. അയോട്ട ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് എത്തിക്കും. ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡിയിൽ നിന്ന് അതേപോലെ നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുത്ത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് തിരിച്ചു വാങ്ങും. അത് സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവ് വഴി വീണ്ടും ഹൃദയത്തിലേക്ക് എത്തും. അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി പൾമണറി സർക്കുലേഷൻ കൊടുക്കും. അപ്പൊ 2 ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഉണ്ട് അവിടെ. പൾമണറി സർക്കുലേഷൻ, അതേപോലെ സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമണറി പരിചയം, സിസ്റ്റമിക് പരിചയം. അപ്പൊ ഇതും പഠിക്കണം നിങ്ങൾ. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് നിന്നിട്ട് ഇവിടെ ചില ഭാഗത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ബ്ലാങ്ക് തരും. അപ്പൊ ഇത് പഠിക്കണം. ഈ ഒരു ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് പഠിക്കാം. നമ്മുടെ ഒരേ രക്തം ഹൃദയത്തിലൂടെ 2 തവണ പരിചയനം ചെയ്യപ്പെടുന്നുണ്ട്. പൾമണറി പരിചയനം, അതേപോലെ സിസ്റ്റമിക് പരിചയനം. ഇനി നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കേണ്ട അവസാന ടോപ്പിക്കാണ് നമ്മുടെ പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ട്. പ്ലാന്റ്സിൽ നമ്മൾ വാട്ടറും മിനറൽസും ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് 2 ടിഷ്യൂവിലൂടെയാണ്, പ്ലാന്റ് ടിഷ്യൂസ്. അതാണ് സൈലം, അതേപോലെ ഫ്ലോയം. സൈലത്തിലൂടെ മെയിൻ ആയിട്ട് വാട്ടർ, അതേപോലെ സോൾട്ടുകൾ, ജലവും ലവണവും നമ്മൾ സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഫുഡ്, നമ്മൾ ഗ്ലൂക്കോസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സൈലത്തിന് 2 സബ് ഡിവിഷൻസ് ഉണ്ട്. അതാണ് ട്രക്കിയൈഡും വെസലും. ഫ്ലോയത്തിലാണെങ്കിൽ സീവ് ട്യൂബ്സ്, സീവ് നാളി, സഹകോശം. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കാം. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. അപ്പൊ ഇത്ര ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം എക്സാമിന്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.